മറ്റൊന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രധാന കേന്ദ്രം നാഗമ്പടം മഹാദേവ ക്ഷേത്രം, തേന്മാവിൻ മുത്തച്ഛി നിലനിൽക്കുന്ന ആ ക്ഷേത്ര സന്നിധി. ഞാനൊരാഗ്രഹം പറഞ്ഞല്ലോ, ഞങ്ങൾ വന്നു കണ്ടപ്പോൾ ആ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തണം എന്നൊരു വലിയ ആഗ്രഹമുണ്ടായി. ആ തേന്മാവിൻ ചുവട് ദർശനമുഖമായി കൊണ്ട് അവിടെ ആ സ്റ്റേജുകളൊക്കെ മാറ്റി അവിടെ വലിയൊരു പുണ്യഭൂമി പോലെ ആക്കണം. കാരണം കോട്ടയം അക്ഷര നഗരിയാണ്, സംസ്കാര സമ്പന്നതയുടെ കേന്ദ്രമാണ്. ശിവഗിരി കഴിഞ്ഞാൽ ആ ശിവഗിരിക്കുന്നിലേക്ക് ജനലക്ഷങ്ങൾ കടന്നു പോകുവാൻ കാരണമായ പുണ്യഭൂമിയാണ് എന്ത്? നാഗമ്പടം. അതിങ്ങനെ കിടന്നാൽ മതിയോ? അത് നമ്മുടേതല്ലേ? അതുകൊണ്ട് ശിവഗിരി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എവിടെയുണ്ടാകണം? നാഗമ്പടത്തിനുണ്ടാകണം. അത്തരത്തിൽ ആഗ്രഹിക്കുകയാണ് ഈ വർഷം. അപ്പോഴാണ് നാഗമ്പടം ക്ഷേത്രത്തിലെ തിരുവുത്സവം വരുന്നു എന്നറിഞ്ഞത്. ആ തിരുവുത്സവത്തിൻ്റെ എല്ലാ മേഖലാ യോഗങ്ങളിലും ഞങ്ങളിത് തുറന്നു പറഞ്ഞു. അതിന് ധാരാളം വ്യക്തികൾ ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിൽ ഞങ്ങളാലാകും വിധമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന മനസ്സോടെ പറഞ്ഞ 100 കണക്കിന് സഹോദരീ സഹോദരന്മാരും വിവിധ ശാഖകളുമുണ്ട്. അത് നമുക്ക് സാക്ഷാത്കരിക്കണം. അത് ഏറ്റവും വലിയ ലക്ഷ്യമാണ്. വലിയൊരു പ്രൊജക്റ്റായി ഞങ്ങളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 2-ാം തീയതി കൊടിയേറി നാഗമ്പടത്തപ്പൻ്റെ ക്ഷേത്രോത്സവം തുടർന്നുള്ള 8 ദിവസം 8-ാം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ആ തിരുവുത്സവം കഴിയുമ്പോൾ അതിൻ്റെ പുനരുദ്ധാരണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വലിയ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്സവം ഗംഭീരമാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ വരുന്ന ലക്ഷക്കണക്കിനുള്ള ആളുകൾ, 103 ശാഖയിലെ എത്ര 1000 കുടുംബങ്ങൾ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ഈ കുടുംബങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു തിരുവുത്സവമായി ഇപ്പോഴും അതിനെ മാറ്റാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഈ ശാഖയിലെ ഘോഷയാത്ര കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും നാഗമ്പടത്ത് പോകാറുണ്ടോ? ഇല്ല, ഉറപ്പാ ഇല്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കോട്ടയത്തെ ഏറ്റവും വലിയ ഉത്സവമായി എന്ത് മാറിയേനെ? നാഗമ്പടത്തെ ഉത്സവം മാറിയേനെ. നമുക്ക് അങ്ങനെ ആക്കണ്ടേ? അങ്ങനെ ആവണം കേട്ടോ, അങ്ങനെ ആവണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, തൊട്ടപ്പുറത്തിരിക്കുന്ന ഭഗവാനെ കാണാനല്ല പോകുന്നത്, തലയെടുപ്പുള്ള ആനയെ കാണാൻ പലരും തിരുനക്കരയ്ക്ക് പോകും. പക്ഷേ നാഗമ്പടത്തോട്ട് പോകുമ്പോൾ അത്രയും അങ്ങോട്ട് മനസ്സ് കുറവാണ്. നമ്മുടെ കുടുംബം മറന്ന് ലോകം മുഴുവൻ നടന്നിട്ട് കാര്യമുണ്ടോ? വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നാട്ടുകാരുടെ അപ്പനെയും അമ്മയും നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. ഓർത്തുകൊള്ളുക, നമ്മുടെ മൂലക്ഷേത്രം അതാണ്. ആ തേന്മാവിൻ ചുവട് പുണ്യഭൂമിയാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന തിരുവുത്സവം നമ്മളുടെ കോട്ടയത്തിൻ്റെ അഭിമാനം കുറിച്ചുകൊണ്ട് ഈ കോട്ടയം കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് അതിനെ മാറ്റണമെന്ന് ആഗ്രഹിച്ചു. അതിന് രൂപരേഖയൊക്കെ തയ്യാറാക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഓരോ മേഖല അടിസ്ഥാനത്തിലാണ് ഘോഷയാത്രയും മറ്റും നടത്തുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ മേഖലാ യോഗം നടത്തി ഓരോരോ മേഖലകൾക്കും ഓരോരോ ഉത്സവ തീയതി നിശ്ചയിച്ച് കുറിയിട്ടു. ആ കുറിയിൽ തെക്കൻ മേഖലയിൽ പെടുന്നതാണ് പുതുപ്പള്ളി ഉൾപ്പെടുന്ന ഈ ഭാഗം. ഈ തെക്കൻ മേഖലയ്ക്ക് കിട്ടിയിരിക്കുന്നത് തിരുവുത്സവത്തിന്റെ 5-ാം ദിവസമാണ്, അല്ലേ? ഫെബ്രുവരി 5-ാം തീയതിയാണ്. അപ്പോൾ 3-ാം ഉത്സവം തോന്നില്ലേ, അല്ലേ? 3-ാം ഉത്സവം. ആദ്യത്തെ ദിവസം കൊടിയേറ്റ്, അപ്പം 2-ാം ഉത്സവം വരും. കൊടിയേറ്റ്, പിന്നെ 2, 3. അത് ഫെബ്രുവരി മാസം 5-ാം തീയതി കേട്ടോ, ഓർത്തോണം. ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് നമ്മളുടെ തെക്കൻ മേഖലയുടെ താലപ്പൊലി ഘോഷയാത്ര നടക്കുന്നത്. ഈ ദേശത്തെ നമ്മളുടെ പ്രൗഢഗംഭീരമാക്കി ഉത്സവം ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ഉത്സവത്തിന് മൊത്തം പതഞ്ഞു പൊന്തുക. എന്താ? ബിയറും വൈനും അല്ല പതഞ്ഞു പൊന്തേണ്ടത്. എന്താണ്? നമ്മളുടെ ശരീരത്തിലുള്ള ഭൗതികമായ അവസ്ഥകളൊക്കെ അതിൻ്റെ പരമോന്നതിയിലെത്തണം. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, അനുഭൂതികളെ അതിൻ്റെ പരമസീമയിൽ എത്തിച്ചാറാടിച്ച് ശമിപ്പിക്കണം. അത് ഉത്സവത്തിന് സാധിക്കും. അത്രയ്ക്ക് പ്രൗഢഗംഭീരമാക്കുന്നത് അതുകൊണ്ടാണ്. വിവിധ പരിപാടികൾ വെക്കുന്നത് അതുകൊണ്ടാണ്. കണ്ണിനും കാതിനും മൂക്കിനുമൊക്കെ ഇത്തരത്തിൽ അനുഭൂതിദായകമായ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ തിരുവുത്സവം വളരെ ഗംഭീരമാക്കുവാൻ തെക്കൻ മേഖലയിൽ നടക്കുന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും കാഴ്ചക്കാരായി സൈഡിൽ മൊബൈൽ ഫോണും പിടിച്ചു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കണ്ടല്ലോ, ഇല്ലേ? അപ്പോ കാഴ്ചക്കാരായി സൈഡിൽ മൊബൈൽ ഫോണും പിടിച്ച് നിൽക്കാതെ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത്
അത് വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഇന്നിവിടെ ഞാൻ വന്ന് വിളക്ക് കൊളുത്തിയിട്ട് പോകാൻ വന്ന ഞാൻ കുറച്ച് കുടുംബ വിഷയങ്ങൾ സംസാരിച്ചു. അതും ഒരു നിയോഗമായി കാണുന്നു. പ്രിയമുള്ളവരെ, സ്നേഹിക്കുക, ഭഗവാനെ അറിയുക, മഹാഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകൂ. ഈശ്വരനെ പൂജിക്കാൻ ലോകം മുഴുവൻ ഓടി നടക്കേണ്ട, ഗുരുവിനെ മനസ്സിൽ മുറുകെ പിടിച്ചാൽ സർവ്വവിധമായ നേട്ടങ്ങളും നിങ്ങളെ തേടി വരും എന്ന് ഞാൻ പറയുന്നു എങ്കിൽ എൻ്റെ അനുഭവം കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലെ മഞ്ഞപ്പൊടി, എൻ്റെ വീട്ടിലെ കുങ്കുമം തേക്കുന്നത് കൊണ്ട് ഞാൻ ക്ഷേത്രങ്ങളിലെല്ലാം കയറി നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതണ്ട. ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും എൻ്റെ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും മഹാഗുരുവിനെയാണ്. നിങ്ങൾ ഓർക്കുക, ആ മഹാഗുരു എനിക്കൊരു കോട്ടവും വരുത്തുന്നില്ല. ഞാൻ ആ സ്വപ്നം കണ്ടതിലുപരിയുള്ളതെല്ലാം എനിക്ക് തന്നു. ഈ നിമിഷം ഈ സ്റ്റേജിൽ നിന്ന് ഈ ദേഹവിയോഗത്തിന് ഞാൻ തയ്യാറാണ്. ഏത് നിമിഷവും ഞാൻ അങ്ങനെ കരുതിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിചാരിക്കും, ഗുരുധർമ്മം പറയുന്ന വേദിയിൽ നിന്ന് ഭഗവാനെ ഉടലോടെ അങ്ങ് പോണേ എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും ഗുരുധർമ്മം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. അത് കാരണം കിട്ടുന്ന സമയങ്ങളൊക്കെ ഇങ്ങനെ ഗുരുധർമ്മം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലല്ലോ. ഉറങ്ങുമ്പോഴും ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ ഞാൻ ഗുരുവിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പറയുമ്പോൾ പിന്നെ അതൊക്കെ വേറെ അത്ഭുതമായി പോകുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ഇതൊക്കെ അനുഭവിക്കാം നിങ്ങൾക്ക്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഗുരുവിനെ ഒന്ന് മനസ്സിൽ പ്രതിഷ്ഠിച്ച് നോക്കി, സർവ്വവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാവും. മനസ്സ് വിഷമിക്കേണ്ടി വരില്ല നിങ്ങൾക്ക്. തീർച്ചയായും ഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നന്മയിലേക്ക് നിങ്ങൾ നടന്നെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ശ്രീ അനീഷ് ആനന്ദ്, ഒരു ചെറുപ്പക്കാരൻ. സാധാരണ രീതിയിൽ ഈ സമയത്ത് ചെറുപ്പക്കാരെയൊക്കെ കാണണമെങ്കിൽ എനിക്ക് ഇന്നിവിടെ വന്നപ്പോൾ ഒരു ചെറിയ തോന്നൽ. കാരണം ഇവിടെ വരുമ്പം കുറേ ചെറുപ്പക്കാർ സ്വീകരിക്കാൻ നിൽക്കുന്നത്. ഇന്ന് 2-3 തല മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ യുവാക്കളുടെ ഒരു നല്ല യോഗം ഉള്ളതാണ്. തിരക്കൊക്കെ കൊണ്ടായിരിക്കും, പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും എന്ന് നോക്കുന്നു. കാരണം ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ കാണാൻ ഒന്നെങ്കിൽ താടി മുടിയൊക്കെ നീട്ടി വളർത്തി പാമ്പിനെ വളർത്തിക്കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, ജട്ടി പുറത്തിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, സന്യാസിയെ പോലെ ജട വളർത്തിയ ചെറുപ്പക്കാരെയൊക്കെയാണിപ്പോൾ കാണുന്നത്. അങ്ങോട്ട് പോകുമ്പം എന്താടാ മോനെ എന്ന് ചോദിച്ചാൽ നീ പോടാ ഡാഷ് മോനെ എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് കൂടുതലും. കാരണം വൈകിട്ട് സംസാരിക്കുന്നത് അവരായിരിക്കില്ല. നിങ്ങൾ ഓർക്കണം, യുവതലമുറ ഇന്ന് അധപ്പതിച്ച് അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ജനസമൂഹത്തിൽ യുവത്വത്തിന്റെ താരമായി നിന്നുകൊണ്ട് ഭഗവാൻ കൽപ്പിച്ചരുളിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി എന്താണെന്ന് തിരിച്ചറിയിച്ചുകൊണ്ട് ഇന്നത്തെ യുവജനങ്ങളുടെ മനസ്സിൽ പോലും ഈ ഭഗവാന്റെ തിരുനാമങ്ങളും ദർശനവും ഒക്കെ എത്തിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സുമായി തൻ്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിവിടെ ആദരിക്കുന്നത്. അതാണ് ശ്രീ അനീഷ് ആനന്ദ്. അനീഷ് ആനന്ദ് ഒന്ന് പരിചയപ്പെടും. മിക്കവർക്കും അറിയാം അനീഷ് ആനന്ദിനെ. ഗുരുപദം ടിവിയിലൂടെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ അനീഷ് ആനന്ദ് നമുക്ക് വലിയ പ്രചോദനമാണ്, യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു നിരവധി പ്രഭാഷണങ്ങൾ, പലരും എന്നെ വിളിച്ചിട്ട് പറയും സാറേ പ്രഭാഷണം കിട്ടി. ഞാൻ ഓർത്തിട്ടാ ഇവരെങ്ങനെ ഡൽഹിയിലായാലും ബോംബെയിലായാലും കുവൈറ്റിലായാലും ഒക്കെ പലരും പറയും സാറിൻ്റെ പ്രഭാഷണം ഞങ്ങൾ കേട്ടു. എങ്ങനെ? അത് ഗുരുപദം ടിവിയിലൂടെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് യുവത്വത്തിന് മാതൃകയായി വരുന്ന അനീഷിനെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഇന്ന് വളരെ മാതൃകാപരമായി പുതുപ്പള്ളി ശാഖായോഗം അനീഷ് ആനന്ദിനെ ആദരിക്കുവാൻ ഒരുങ്ങിയത് എന്നുകൂടി മനസ്സിലാക്കുന്നു. പ്രത്യേകമായി അതിന് ഈ ശാഖയെയും അഭിനന്ദിക്കുകയാണ്. കാരണം നല്ലത് ചെയ്യുന്നവരെ അംഗീകരിക്കുവാനുള്ള മനസ്സ് അത് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ വൈകി. എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് പരസ്പരം പങ്കിട്ട് പരസ്പരം ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചു പിരിയാം. ഭഗവാൻ ആനന്ദത്തോടുകൂടി എപ്പോഴും ഉണ്ടാകും. ആനന്ദമുണ്ടെങ്കിലേ ഭഗവാൻ ഉണ്ടാകൂ. മനസ്സിൽ ആനന്ദമുണ്ടെങ്കിൽ ഭഗവാൻ മനസ്സിലുണ്ടാവും. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.